നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായൊന്നും ഒരു വിഷയമേ അല്ല രാഹുലിൻ്റെ മുമ്പിൽ എന്ന് BJPക്ക് നന്നായി മനസ്സിലായി. എന്തോ വലിയ കേമനാണ് അമിത്ഷാ എന്ന് BJPക്കാർ തെറ്റിദ്ധരിച്ചു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമായിരുന്നു. ബാബാ സാഹിബ് അംബേദ്കറെ അപമാനിച്ചത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ മൊത്തത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ ശരിയാക്കി കളയും എന്നുള്ള ഒരു ധാർഷ്ട്യ മനോഭാവം ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തെ മുഴുവൻ വിറപ്പിച്ച് കളയും ഒറ്റ നോട്ടം കൊണ്ട് എന്നൊരു ധാർഷ്ട്യ ഭാവം. അതെല്ലാം എട്ടായി മടക്കി വാലും ചുരുട്ടി താപ്പോട്ട് പോകുന്ന അവസ്ഥയാണ്. സ്പീക്കർ ഓം ബിർള അമിത്ഷായ്ക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ ഒരു മുതിർന്ന മന്ത്രി എന്ന രീതിയിൽ അങ്ങയുടെ വായിൽ നിന്നും വരാൻ പാടില്ലാത്തതാണ്. വേറെ നിവർത്തിയില്ല. പ്രതിപക്ഷ നേതാവിനെ തണുപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ചായ സൽക്കാരത്തിന് വരെ വിളിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, എത്രത്തോളം BJP ഇപ്പോൾ സമന്വയ പരിപാടികളുമായി, അതായത് പ്രതിപക്ഷത്തിനെ മുഖവിലക്കെടുക്കാൻ വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു എന്നത്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാചകമുണ്ട്, നിങ്ങൾ ധരിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷമുണ്ടെന്ന്. വാസ്തവത്തിൽ അതില്ല. നിങ്ങളിൽ പല MP-മാരും ഞങ്ങളുടെ പക്ഷത്തേക്ക് ചാടിയാൽ ഈ കളി അങ്ങ് മാറും. പക്ഷെ നിങ്ങൾ എവിടം വരെ ചാടും എന്നത് കാത്തിരുന്ന് കാണുകയാണ്. അത് നിങ്ങളൊരു ദുഷ്ടലാക്കോടെ മുതലാക്കാൻ തുടങ്ങുമ്പോഴാണ് ഞങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്. അമിത്ഷാ വാചാലനാകാൻ തുടങ്ങുമ്പോൾ വാസ്തവത്തിൽ സ്പീക്കർ അദ്ദേഹത്തിനെ അടക്കിയിരുത്തുന്ന ഒരു അസാമാന്യ സംഭവ വികാസം കാണുകയാണ്. ഒന്ന് ആലോചിക്കണം, രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് വഴി ഒപ്പിട്ട് ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ബില്ല് നിയമമാക്കി മാറ്റാൻ ലോക്സഭയിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉള്ളിടത്തോളം കാലവും നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഈ കൃത്രിമ വഴി, അത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ തന്നെ ഏറ്റവും വലിയ നാണക്കേടിൻ്റെ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ആലോചിക്കൂ, വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന BJPയുടെ അജണ്ട നടപ്പിലാക്കാൻ കഴിയുകയില്ല. 3/2 ഭൂരിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും ലഭിക്കുകയില്ല. പാർട്ടികളെ ഒന്നും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. എന്തിനധികം പറയുന്നു, NDAയെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. പിന്നെയല്ലേ ഇനി പ്രതിപക്ഷത്തു നിന്ന് തോണ്ടിയെടുക്കാനുള്ള ശ്രമം. 293 അംഗങ്ങൾ NDAയ്ക്കും 234 അംഗങ്ങൾ ഇന്ത്യ മുന്നണിക്കും ഉണ്ടായിരുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഉണ്ടായ റിസൾട്ട്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ മികച്ച രീതിയിൽ പ്രതിപക്ഷത്ത് കുറച്ചുകൂടി ശക്തി പകരുന്ന ഒരു കാഴ്ച കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. സ്പീക്കർ ഓം ബിർള തൻ്റെ തനതായ ശൈലി വിട്ട്, BJPയുടെ സംരക്ഷകൻ എന്ന ശൈലി വിട്ട് ക്രിയാത്മകമായി പ്രതിപക്ഷത്തെ സംവദിക്കാൻ അനുവദിക്കുന്ന ഒരു മികച്ച സ്പീക്കർ ആവാനുള്ള ശ്രമമാണ്. തന്നെ സ്പീക്കർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന് കെഞ്ചി പറഞ്ഞിട്ടും കേൾക്കാത്ത നരേന്ദ്രമോദിയോട് കണക്ക് തീർക്കാൻ തന്നെയാണ് സ്പീക്കർ പദവി ഉപയോഗിക്കുക എന്ന് ഓം ബിർള കാണിച്ചു കൊടുത്തിരിക്കുന്നു.